അമേരിക്കയും ഇറാനും തമ്മിൽ പാകിസ്ഥാനിൽ ഇന്ന് വലിയ രൂപത്തിലുള്ള ചർച്ചകൾ നടക്കാൻ പോവുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ചർച്ചകൾ നടക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇറാന്റെ പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം എത്താത്തതുകൊണ്ടും അതുപോലെ തന്നെ അമേരിക്കയുടെ JD വാൻസ് പാകിസ്ഥാനിൽ എത്താത്ത സാഹചര്യത്തിലാണ് ചർച്ച ശനിയാഴ്ചത്തേക്ക് നീട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഇറാന്റെ വിദേശകാര്യമന്ത്രി അറാഖ്ജിയും അതുപോലെ തന്നെ JD വാൻസും ഇപ്പോൾ പാകിസ്ഥാനിൽ എത്തിയിരിക്കുകയാണ്. പാകിസ്ഥാൻ അതിശക്തമായ രൂപത്തിലുള്ള മിലിറ്ററി പ്രൊട്ടക്ഷനാണ് ഈ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് നൽകിയിരിക്കുന്നത്. ഏകദേശം 10,000-ലധികം മിലിറ്ററികളെയാണ് ഇതിനുവേണ്ടി ഇപ്പോൾ പാകിസ്ഥാൻ വിന്യസിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ വരുന്ന വാർത്തകൾ ഇറാന്റെ വിദേശകാര്യമന്ത്രി ഈ 10 കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഒന്നാമതായി ലെബനാനിലുള്ള ഇസ്രയേൽ ആക്രമണം തന്നെയായിരിക്കും മുന്നോട്ട് വെക്കുക. ഈ ആക്രമണം അവസാനിപ്പിക്കാതെ മറ്റു ചർച്ചകളിലേക്ക് കടക്കാൻ കഴിയില്ല എന്നതായിരിക്കും ഇറാന്റെ വിദേശകാര്യമന്ത്രി അറാഖ്ജി പറയുക. അതായത് ഇപ്പോഴത്തെ ഇറാന്റെ മുന്നിലുള്ള ഒന്നാമത്തെ കാര്യം ലെബനാനിലുള്ള ആക്രമണം അവസാനിപ്പിക്കുക എന്നതാണ്. ഇസ്രായേൽ കഴിഞ്ഞ ദിവസവും ശക്തമായ ആക്രമണം ലെബനാനിന്റെ പല ഭാഗങ്ങളിലും നടത്തിയിട്ടുണ്ട്. ലെബനാനിലുള്ള ഹിസ്ബുള്ള തിരിച്ചടിയും നടത്തുന്നുണ്ട്. അതേസമയം വെടിനിർത്തൽ നിലവിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ വെടിനിർത്തലിനകത്ത് ലെബനാൻ അടക്കം കടന്നു വരണം എന്നതാണ് ഇറാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു കാര്യമാണ് ഇസ്രായേൽ ലംഘിച്ചിരിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഹിസ്ബുള്ള ഈ വെടിനിർത്തൽ ഘട്ടങ്ങളിലും കൂടുതൽ ശക്തി പ്രാപിക്കും. ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള സംവിധാനങ്ങൾ കൂടുതൽ കരുത്താർജിച്ചുകൊണ്ട് അവർ പുനർനിർമ്മിക്കുമെന്നതാണ് ഇസ്രായേലിന്റെ മുന്നിലുള്ള പ്രതിസന്ധി. യഥാർത്ഥത്തിൽ ഈ വെടിനിർത്തൽ കരാർ ഇസ്രായേലിന്റെ മുന്നിൽ ഭീഷണിയാകുന്നത് ഇറാനിലെ വെടിനിർത്തൽ മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ടത് ഹിസ്ബുള്ളയുടെ ഭാഗത്താണ്. കാരണം അവർക്ക് കൂടുതൽ സംവിധാനങ്ങൾ വിന്യസിക്കാൻ ഈ വെടിനിർത്തൽ കരാറിനിടയിൽ സാധിക്കുമെന്നത് ഇസ്രായേലിനെ കൂടുതൽ അലോസരപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് വെടിനിർത്തൽ നടന്നാലും ലെബനാനിലുള്ള ആക്രമണങ്ങൾ തുടരും. അവരെ കൂടുതൽ ആയുധങ്ങൾ വിന്യസിച്ചുകൊണ്ട് ഇറാനുമായി സംയോജിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമമാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, ലെബനാനിൽ നടത്തിയ ആക്രമണത്തിലൂടെ മറ്റൊരു നീക്കവും നടത്തുന്നുണ്ട്. ലെബനാനിലെ സർക്കാർ ഹിസ്ബുള്ളയെ തള്ളിപ്പറയുകയും ഇറാനുമായിട്ടുള്ള അവരുടെ ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കാനുള്ള സാഹചര്യങ്ങളും അവിടുത്തെ സർക്കാരുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കുക എന്നതാണ്. മാത്രമല്ല, ലെബനാനിൽ നടക്കുന്ന ആക്രമണങ്ങളിൽ യൂറോപ്യൻ രാഷ്ട്രങ്ങളും ശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ആ പ്രതിഷേധങ്ങളെ മറികടക്കാൻ ലെബനാൻ സർക്കാരുമായി ചർച്ച നടത്തിക്കൊണ്ട് ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുക എന്ന കാര്യത്തിലേക്ക് എത്തിക്കുക എന്നതും ഇസ്രായേലിന്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട തന്ത്രമാണ്. എന്നാൽ ഈ തന്ത്രങ്ങളെ ശക്തമായ രൂപത്തിൽ വെല്ലുവിളിക്കുകയാണ് ഇപ്പോൾ ഇറാൻ ചെയ്യുന്നത്. കാരണം ഹിസ്ബുള്ളക്ക് നേരെയുള്ള ആക്രമണങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും തിരിച്ചടി ഉണ്ടാകും. വെടിനിർത്തൽ ഇവിടെ തന്നെ അവസാനിക്കും എന്ന രൂപത്തിലാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇറാൻ ലെബനാനിലെ ഹിസ്ബുള്ളക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇതുവരെ ഇറാൻ തിരിച്ചടിക്കാത്തതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഇന്ന് നടക്കാനിരിക്കുന്ന ചർച്ച തന്നെയാണ്. ഈ ചർച്ചയിൽ ഇറാൻ ആദ്യമായി ഉന്നയിക്കുന്നത് ലെബനാനുമായി ബന്ധപ്പെട്ട ഇസ്രായേലിന്റെ ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയായിരിക്കും.